പൂര ആവേശം ഉയരേണ്ട കാലത്താണ് വല്ലാത്ത നടുക്കം നോക്കുന്നത്. അത് വിഷ്ണു അവിടെ നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്താണ്? രതീഷ, ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ ആവേശവും അതിന്റെ ഏറ്റവും വർണ്ണാഭമാക്കാനുള്ള ചടങ്ങ്, അതിൽ ഏറ്റവും മാറ്റുകൂടിയ ചടങ്ങ് തന്നെയാണ് തൃശ്ശൂർ പൂരം വെടിക്കെട്ട്. ആ വെടിക്കെട്ടിനുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ അവരുടെ ഈ വെടിക്കെട്ടിന് വേണ്ടിയുള്ള സാമഗ്രികൾ തയ്യാറാക്കുന്ന ഒരു ജോലിക്കിടയിലാണ് ഈ അതിദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള വെടിക്കെട്ട് 3:20 ആരംഭിച്ച ആ ഒരു സ്ഫോടനം, അത് ഏറ്റവും ഒടുവിൽ ഒരു 6 മണിക്ക് ശേഷമാണ് അവിടേക്ക് ഒരു രക്ഷാപ്രവർത്തകർക്ക് തന്നെ ആ ഒരു ഭാഗത്തേക്ക് അടുക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും ദുഃഖകരവും ഏറ്റവും നിസ്സഹായവുമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോഴും ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആ പരിസരത്ത് നിന്ന്, സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നുള്ള ശരീരഭാഗങ്ങളും അങ്ങനെയുള്ള ആ പരിക്കേറ്റവരുൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നുണ്ട്. ഏതായാലും ഒരു 13ഓളം പേരാണ് നിലവിൽ ഇവിടെ ചികിത്സയിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ തന്നെ എത്ര പേർ മരിച്ചു, അത് പലതും പല ഭാഗങ്ങളായി കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ അത് എത്ര മരണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം ഇപ്പോഴും നമുക്ക് എത്താൻ ഈ ആശുപത്രി അധികൃതർക്ക് അതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതിന് മറ്റുള്ള ഫോറൻസിക് ഉൾപ്പെടെയുള്ള ഒരു പരിശോധനകളും മറ്റും നടത്തിയ ശേഷം മാത്രമാകും ഇതൊക്കെ ആരുടെ മൃതദേഹമാണില്ലെങ്കിൽ ആരുടെ ശരീരാവശിഷ്ടങ്ങളാണ്, അതിൽ എത്ര പേരുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും 13 പേരോളം ഇപ്പോൾ നിലവിലിവിടെ ഉണ്ട്. അവരുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ ചേർത്ത് 13 പേരോളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഔദ്യോഗികമായി ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അതിൽ തന്നെ 5 പേർക്ക് ഒരു വളരെ തീവ്രമായ അല്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള പൊള്ളലേറ്റ് ഇവിടേക്ക് എത്തിച്ച ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ തന്നെ 2 പേർ ഇതിനോടകം തന്നെ വെന്റിലേറ്റർ സഹായത്തിലാണ് അവരുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കൊണ്ടുവന്നിരിക്കുന്നതിൽ തന്നെ മറ്റു 1-2 ആളുകളെ കൂടി വെന്റിലേറ്റർ സഹായത്തിലേക്ക്, വെന്റിലേറ്ററിന്റെ ആ ഒരു സഹായത്തോടു കൂടി ചികിത്സയിലേക്ക് മാറ്റേണ്ട ഒരു സ്ഥിതി ഉണ്ടെന്നും ആശുപത്രിയിൽ നിന്നുള്ള ആളുകൾ പറയുന്നുണ്ട്. ഏതായാലും ഈ ചികിത്സയ്ക്ക് ആയി എത്തിക്കുന്ന ആളുകൾക്ക് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും, അവരുടെ ചികിത്സ വേണ്ട വിധം പൂർത്തിയാക്കാൻ വേണ്ട, ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട എല്ലാവിധ വലിയൊരു ദുരന്തമാണ്. ദുരന്തമുഖത്താണ് നമ്മളുള്ളത്.